നമസ്കാരം. വെട്ടുകല്ലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്ന ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വെട്ടുകല്ല് നമ്മൾ വീട് നിർമ്മാണത്തിന് എടുക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്, ക്വാളിറ്റി കുറഞ്ഞ കല്ലുകൾ എങ്ങനെ മനസ്സിലാക്കാം, നിറം, അതിന്റെ ബലം, തെർമൽ കണ്ടക്ടിവിറ്റി നോക്കി അതിന്റെ ചൂട് ഉള്ളിലേക്ക് ആഗിരണം ചെയ്യുന്നതിന്റെ അളവ് എത്രത്തോളമാണ്, അതിന്റെ കംപ്രഷൻ സ്ട്രെങ്ത്, അതായത് വെട്ടുകല്ലിന്റെ കംപ്രഷൻ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ലോഡ് അത് എടുക്കും എന്നിങ്ങനെ വീട് നിർമ്മിക്കാൻ പോകുമ്പോൾ നമ്മൾ വെട്ടുകല്ലാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വെട്ടുകല്ലിനെ കുറിച്ച് പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഇതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചും നമ്മുടെ വീടിന് വരാവുന്ന പ്രോബ്ലങ്ങളെ കുറിച്ചും അതെങ്ങനെ സോൾവ് ചെയ്യാൻ എന്നതിനെ കുറിച്ചുള്ള വീഡിയോകളായിരിക്കും നമ്മൾ തുടർന്നും ചെയ്യുന്നുണ്ടാവുക. അത് നിങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി പറയാം, വെട്ടുകല്ല് നമ്മൾ മറ്റുള്ള ബ്ലോക്കുകളൊക്കെ നോക്കുക. AC ബ്ലോക്ക്, ഇപ്പോൾ വന്നിട്ടുള്ള AC ബ്ലോക്ക്, നമ്മൾ സിമെന്റ്, സോളിഡ് ബ്രിക്ക്, ചെറിയ ഇഷ്ടിക, അങ്ങനെയുള്ള ബ്രിക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബഡ്ജറ്റ് കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കുന്നവർക്കും വലിയ ബഡ്ജറ്റിൽ വീട് നിർമ്മിക്കുന്നവർക്കൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതും അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായ ഒരു ബ്രിക്കാണ് വെട്ടുകല്ല്. ചെങ്കല്ല്, ലാറ്ററൈറ്റ് ബ്രിക്ക് എന്നൊക്കെ നമ്മൾ അതിനെ പേരിട്ട് വിളിക്കും. എടുത്തു പറയാവുന്നത് അതിന്റെ ചൂട് ഉള്ളിലേക്ക് ആഗിരണം ചെയ്യുന്ന കുറവ് തന്നെയാണ്. പ്രത്യേകിച്ച് അതിന്റെ പറയാന്നുണ്ടെങ്കിൽ അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി മറ്റുള്ള ബ്രിക്കുകളിലെ ചൂട് ഉള്ളിലേക്ക് ആഗിരണം ചെയ്യുന്ന തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ബ്രിക്കുകളെ അപേക്ഷിച്ച് തെർമൽ കണ്ടക്ടിവിറ്റി വെട്ടുകല്ലിന് കുറവാണ്. ചൂട് ഉള്ളിലേക്ക് ആഗിരണം ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ കാണാം. വെട്ടുകല്ല് കൊണ്ട് നിർമ്മിച്ച വീടുകളുടെ ഉള്ളിൽ നമ്മൾ ചൂടുകാലത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, ഉള്ളിലേക്ക് വരുന്ന ചൂടിന്റെ അളവ് താരതമ്യേന കുറവായിരിക്കും. ഇഷ്ടികയെ അപേക്ഷിച്ച് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടികയൊക്കെ ഇറക്കാന്നുണ്ടെങ്കിൽ ഒരു 100% ഇറക്കിയാൽ 90% നമുക്ക് ഉപയോഗത്തിലേക്ക് കിട്ടുക. പക്ഷെ അത്രത്തോളം ഒന്നും വേസ്റ്റ് നമ്മൾ വെട്ടുകല്ല്, ചെങ്കല്ല് നമ്മുടെ സൈറ്റിൽ ഇറക്കുക എന്നുണ്ടെങ്കിൽ വേസ്റ്റേജ് വരില്ല. നല്ല കല്ല്, നല്ല ക്വാളിറ്റി ഉള്ള കല്ല് നമ്മൾ നോക്കി ഇറക്കുക എന്നുണ്ടെങ്കിൽ വേസ്റ്റേജ് ഒരുപാട് കുറച്ച്, ചെറിയൊരു തെല്ലും മൂലയൊന്നും പൊട്ടിയ കല്ലുകൾ നമ്മൾ വിഷയമാക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിന്റെ ക്വാളിറ്റി നോക്കി നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ ക്വാളിറ്റി ഉള്ള കല്ല് നമ്മൾ നോക്കി ഇറക്കുക എന്നുണ്ടെങ്കിൽ ഒട്ടും വേസ്റ്റ് ആവാതെ തന്നെ നമുക്ക് കല്ല് മുഴുവനായി നമ്മുടെ വീട് പണിക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ നിറം തന്നെയാണ്. നമുക്കൊരു സാധാരണക്കാർക്ക്, ഒരു എഞ്ചിനീയറിന്റെ ഒന്നും സഹായമില്ലാതെ സാധാരണയായി നമുക്ക് അതിന്റെ കളർ നോക്കി അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാം. വെള്ള, മഞ്ഞ നിറത്തിലൊക്കെയുള്ള ഡോട്ടുകൾ കല്ലിന് മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് മോശം കല്ലാണ്. ഒരുപാട് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ പൊതുവെ മണ്ണിൽ നിന്ന് വെട്ടിയെടുക്കുന്ന, നമ്മൾ ഭൂമിയിൽ നിന്ന് വെട്ടിയെടുക്കുന്ന കല്ലായതുകൊണ്ട് ചെറിയ ഡോട്ടുകളൊക്കെ വരും. പക്ഷെ ഒരുപാട്, വളരെയധികം ശതമാനം വെള്ള, മഞ്ഞ നിറത്തിലുള്ള ഡോട്ടുകൾ, കുഴികൾ കല്ലിന് മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു മോശം കല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇളം ചുവപ്പ് നിറത്തിലുള്ളതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത കല്ലാണ്. അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിൽ, ഒരു ചെറിയ കറുപ്പ് നിറത്തിൽ, നല്ല ചുവന്ന നിറത്തിലുള്ള കല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച കല്ലാണ്, നല്ല ക്വാളിറ്റി ഉള്ള കല്ലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇത് എത്രത്തോളം ലോഡ് എടുക്കും എന്നതിനെ കുറിച്ച് അറിയണമെന്ന് എല്ലാവർക്കും ഉണ്ടായിരിക്കും. 5.7 Nm² ആണ് ഇതിന്റെ കംപ്രഷൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് 3.5 വരെയാണ് ഒരു കംപ്രഷൻ സ്ട്രെങ്ത് സാധാരണ ബ്രിക്കുകൾക്ക് വേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ ഈ പറയുന്ന 3.5 അപേക്ഷിച്ച് ഒരുപാട് കൂടുതലാണ് നമ്മുടെ കംപ്രഷൻ സ്ട്രെങ്ത് വെട്ടുകല്ലിൽ വരുന്നത്. 5.7 Nm² കംപ്രഷൻ സ്ട്രെങ്ത് ആണ് വെട്ടുകല്ലിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ബലത്തിൽ നമുക്കൊരു ടെൻഷന്റെ ആവശ്യമില്ല. നല്ല രീതിയിലുള്ള ലോഡുകൾ, 2-3 നിലയുടെയൊക്കെ ലോഡുകൾ കൃത്യമായി തന്നെ താങ്ങി നിർത്തുന്നതിന് വെട്ടുകല്ലിന് കഴിയും. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, വെട്ടുകല്ല് നല്ല ക്വാളിറ്റി ഉള്ളത് സെലക്ട് ചെയ്യുക. 2-3 രൂപയുടെയൊക്കെ വ്യത്യാസം നോക്കി നമ്മളൊരു വീട് ഒരു തവണയാണ് പണിയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസവും വരുത്തരുത്. നമ്മൾ ചെറിയൊരു രൂപയുടെ വ്യത്യാസം നോക്കി മോശം വെട്ടുകല്ലുകൾ എടുത്ത് നമ്മുടെ വീടിന് പിന്നീട് വരുന്ന ദോഷങ്ങൾ ഉണ്ടാക്കരുത്. സ്ട്രക്ചറിന് വെള്ളം, ഏതെങ്കിലും ഒരു ഭാഗത്ത് ബലക്ഷയം സംഭവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകരുത്. അതുകൊണ്ട് കൃത്യമായി ക്വാളിറ്റിയുള്ള വെട്ടുകല്ല്, ചെങ്കല്ല് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സാമ്പിൾ നോക്കുക, കോറിയിൽ പോയി ചെക്ക് ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ളവരുടെ അടുത്ത് തന്നെ വാങ്ങുക. ഇല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്ന ഒരാളുടെ, വെട്ടുകല്ലിന്റെ ക്വാളിറ്റി, ഗുണമേന്മയെ കുറിച്ച് അറിയാവുന്ന ഒരാളുടെ സജഷൻ, ഒരു നിർദ്ദേശം നമ്മൾ സ്വീകരിച്ച ശേഷം വെട്ടുകല്ല് എടുക്കുക. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഒരു കോറിയിൽ നിന്ന് തന്നെ മാക്സിമം നമ്മൾ നമ്മുടെ വീടിനുള്ള വെട്ടുകല്ല് മുഴുവൻ ഒരു കോറിയിൽ നിന്ന് തന്നെ എടുക്കാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കോറിയിൽ നിന്ന് വെട്ടി അവർ വെട്ടുന്ന അവരുടെ മെഷീൻ, അവരുടെ ലെയറിൻ്റെയൊക്കെ സൈസ് ഒരുപോലെ ആയിരിക്കും ഒരു കോറിയിലെ. നമ്മൾ മറ്റേ കോറിയിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം വ്യത്യാസം വരും. അതിൻ്റെ കല്ലിൻ്റെ ലെയർ വരുന്ന മേൽപ്പാറ, താഴെ വരുന്ന പാറ, അങ്ങനെയൊക്കെയുള്ള ലെയറുകളുടെ വ്യത്യാസം വരുമ്പോൾ കല്ലിൻ്റെ ക്വാളിറ്റിയിലും നിറത്തിലും വണ്ണത്തിലും ഹൈറ്റിലും എല്ലാം വ്യത്യാസം വരും. അതിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ പലതരത്തിലുള്ള കല്ലുകൾ ഉപയോഗിച്ച് നമ്മൾ പണിയുമ്പോൾ നമ്മുടെ സ്ട്രക്ചറിനെ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ നിറച്ചു കൊടുക്കുന്ന കലവ, സിമെന്റ് കലവയെ, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ബാധിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു കോറിയിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ട വെട്ടുകല്ല് മുഴുവൻ എടുക്കുക. മൊത്തത്തിൽ നമ്മൾ വീട് പണിക്ക് കുറച്ചു മുന്നേ തന്നെ ഏകദേശം മൊത്തം കല്ലുകളും, വീട് പണിക്ക് വേണ്ട മൊത്തം കല്ലുകളും ഇറക്കിയിട്ടതിന് ശേഷം മാത്രം പണി സ്റ്റാർട്ട് ചെയ്യുക. ഒരു നിറത്തിൽ, ഒരു സൈസിലൊക്കെയുള്ള കല്ലുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. പണ്ടൊക്കെ
മഴ ഉപയോഗിച്ച് വെട്ടിയിരുന്ന കല്ലുകൾ 40, 25, 20 സൈസിൽ കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ മെഷീൻ ഉപയോഗിച്ച് വെട്ടുന്നത് കാരണം 35 അല്ലെങ്കിൽ 33 സെന്റിമീറ്റർ നീളത്തിലും 20 സെന്റിമീറ്റർ വണ്ണത്തിലും 20 സെന്റിമീറ്റർ ഹൈറ്റിലുമാണ് കല്ല് നമുക്ക് കിട്ടുന്നത്. മാക്സിമം ഒരേ ലെങ്തിലുള്ള നീളം കൂടിയ കല്ലുകൾ സെലക്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീളം കുറഞ്ഞ കല്ലുകൾ എടുക്കുന്നത് മൂലം വെർട്ടിക്കൽ ആയിട്ടുള്ള ജോയിന്റുകൾ അടുത്തടുത്ത് വരുമ്പോൾ അത് സ്ട്രക്ചറിനെ ബലത്തെ ബാധിക്കും. മാക്സിമം ഒരേ രീതിയിൽ ഒരേ വലുപ്പത്തിലുള്ള കല്ലുകൾ എടുക്കുക. അടിയിൽ നമ്മൾ നീളം കൂടുതലുള്ള കല്ലുകൾ വെച്ച് മേലെ നീളം കുറഞ്ഞ കല്ലുകൾ വെക്കുമ്പോൾ നമ്മൾ വെർട്ടിക്കൽ ജോയിന്റ്സ് ഒരേ നിരയിൽ വന്ന് സ്ട്രക്ചറിന്റെ വീടിന് മുകളിൽ നിന്ന് വരുന്ന ലോഡിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി വീതിയിൽ നീളത്തിലുള്ള കല്ലുകൾ സെലക്ട് ചെയ്യുക. നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെട്ടുകളിന്റെ വീതിയാണ്. ഒരു കല്ല് 20 സെന്റിമീറ്ററിലാണ് നമുക്ക് വന്നത് എന്നുണ്ടെങ്കിൽ അടുത്തത് വരുന്നത് 22 സെന്റിമീറ്ററോ 21 സെന്റിമീറ്ററോ ആണെങ്കിൽ പോലും നമ്മളത് പ്ലാസ്റ്ററിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഒരുപാട് അധികമാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്ററിങ് തേക്കുമ്പോൾ അത്രയും കനം നമ്മൾ അടിച്ചു പിടിപ്പിച്ച ശേഷം മാത്രമേ തേപ്പിന്റെ പ്ലാസ്റ്ററിങ്ങിന്റെ ഒരു ഫിനിഷിംഗിലേക്ക് വരാൻ പറ്റുള്ളൂ. അതായത് കല്ലിന്റെ ചുമരുകെട്ടിന്റെ വീതിയുടെ ഏറ്റക്കുറച്ചിൽ പ്ലാസ്റ്ററിങ്ങിന്റെ മെറ്റീരിയലിനെ കൂടുതൽ ബാധിക്കും. അതിന്റെ ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും ഉയർന്നു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയാവുന്ന വീട് നിർമ്മാണത്തിലെ കെട്ടിട നിർമ്മാണത്തിലെ ഹീറോ എന്ന് തന്നെ നമുക്ക് വെട്ടുകല്ലിനെ പറയുന്നതിന് കാരണം നല്ല രീതിയിലുള്ള ആവശ്യത്തിലധികമുള്ള കംപ്രഷൻ സ്ട്രെങ്ത്തിന് പുറമെ തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. അതായത് ചൂട് ഉള്ളിലേക്ക് വിടുന്നതിനുള്ള വീതി കൂടുന്നതിന് കാരണം വീതിയും കനവുമെല്ലാം കൂടുന്നത് കാരണം ഉള്ളിലേക്ക് ചൂടിനെ കടത്തി വിടുന്നതിന്റെ അളവ് വളരെ കുറവായതിനാൽ നമുക്ക് ഇത്തരം കെട്ടിടങ്ങൾ വെട്ടുകൾ ഉപയോഗിച്ച കെട്ടിടങ്ങളിൽ വളരെ ചൂട് കുറവായി കാണാം. ഒരു വീട് നിർമ്മാണത്തിന് ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി എത്രത്തോളം വെട്ടുകല്ല് വരുമെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് 2-3 റൂം അത്യാവശ്യത്തിലുള്ള പാർട്ടീഷൻ ചുമരുകൾ വരുന്ന ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിന് ആവറേജ് 1900 മുതൽ 2000 വരെ കല്ലുകളാണ് ആവശ്യം വരിക. നമ്മുടെ പാർട്ടീഷൻ വാളുകൾ പ്ലാന് മാറുന്നതിനനുസരിച്ച് ഇതിന്റെ കല്ലിന്റെ അളവിൽ ഏറ്റക്കുറച്ചുകൾ വരും. പിന്നീട് നമുക്ക് വെട്ടുകല്ലിന്റെ ലഭ്യത എങ്ങനെയെന്ന് പറഞ്ഞാൽ മലപ്പുറം, കണ്ണൂർ തുടങ്ങിയ മലബാർ പ്രദേശങ്ങളിലാണ് ഇത് ധാരാളമായി കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മറ്റു ജില്ലകളിലേക്ക് ഒരുപാട് ദൂരേക്ക് നമുക്ക് ട്രാൻസ്പോർട്ടിംഗ് ചെലവ് അധികം വരുന്നത് കാണാം. അതിനനുസരിച്ച് ഇതിന്റെ റേറ്റ് മാറും. കോറിയിൽ 35 രൂപ മുതൽ കിട്ടുന്ന ഈ കല്ല് നമ്മുടെ സൈറ്റിൽ എത്തുമ്പോൾ, അതായത് നമ്മൾ കേരളത്തിൽ എവിടെയാണ് അപ്പോൾ കോറിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് ഈ കല്ലിന്റെ വിലയിൽ മാറ്റം വരും. മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന കല്ലുകൾ അതായത് ട്രാൻസ്പോർട്ടിങ്ങിന്റെ ദൂരം അനുസരിച്ച് ഏകദേശം ഒരു 45 രൂപ മുതൽ 65 രൂപ വരെയാണ് റേറ്റ് വരുന്നത്. എന്നാൽ നമ്മൾ കണ്ണൂരിലെ മികച്ച ക്വാളിറ്റിയുള്ള കല്ലുകളാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ദൂരം അനുസരിച്ച് അതൊരു 80-85 രൂപ വരെ പോകാൻ സാധ്യതയുണ്ട്. വെട്ടുകല്ലിന്റെ നിർമ്മാണം അതിന് വരുന്ന സിമെന്റ്, മോട്ടർ, കലവ, ഇഷ്ടികയെ അപേക്ഷിച്ച് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് ഒരു ബാഗ് സിമെന്റ് ഉപയോഗിച്ച് 100 വരെ കല്ലുകൾ കെട്ടാൻ പറ്റും. ഇഷ്ടികയ്ക്ക് വരുന്ന ജോയിന്റ്സ് ഒരുപാട് ചെറിയ ബ്രിക്കായതിനാൽ ഒരുപാട് ജോയിന്റ്സ് അധികം വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ വെട്ടുകല്ല് എന്ന് പറയുന്നത് കുറച്ച് വീതിയും നീളവും എല്ലാം അധികം ഉള്ളതിനാൽ നമുക്ക് ജോയിന്റ്സിൽ നിറച്ചു കൊടുക്കുന്ന സിമെന്റ് മോർട്ടാറിന്റെ അളവ് വളരെ കുറച്ചായിരിക്കും. ഒരു ബാഗ് സിമെന്റ് ഉപയോഗിച്ച് 100 കല്ലുകൾ വരെ കെട്ടാൻ പറ്റും. അതിന് ലേബേഴ്സ് ഒരു ദിവസം 100 മുതൽ 150 വെട്ടുകല്ല് വരെ കെട്ടാൻ പറ്റും. ലോഡ് കുറച്ച് അതിന്റെ വെയിറ്റ് കുറച്ച് കൂടുതലായതിനാൽ മുകളിലേക്ക് ഉയരും തോറും നമ്മൾ ജനൽ ഉയരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് പോകും തോറും ഈ 150 കല്ല് എന്നുള്ളത് 100 കല്ലിലേക്കൊക്കെ ചുരുങ്ങാൻ സാധ്യതയുണ്ട്. നമുക്ക് അതിന്റെ ഒരു ദോഷവശമല്ല, അതിന്റെ ഒരു വെയിറ്റ് നമുക്ക് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളെ അപേക്ഷിച്ച് അതൊരു ചെറിയ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ കഴിയില്ല. എന്നാലും നമുക്ക് പറയാം അതിന്റെ ഹെൽപ്പേഴ്സ് കുറച്ചധികം വേണ്ടി വരും. നമുക്ക് സൈറ്റിന് പുറത്താണ് അട്ടിയിട്ടിരിക്കുന്നതെങ്കിൽ സൈറ്റിലേക്ക് എടുത്തു കൊണ്ടുവരാനും നമ്മൾ ചുമര് കെട്ടുന്ന ഭാഗത്തേക്ക് മേസന് അത് എടുത്തു കൊടുക്കാനും ഹെൽപ്പേഴ്സ് പണിയുടെ വേഗതയ്ക്ക് അനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തേണ്ടി വരും. കൂടുതൽ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീരും. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ ക്വാളിറ്റി നമ്മൾ കുറച്ചുകൂടി നമുക്ക് തന്നെ അറിയുന്നതിന് വേണ്ടി ഒരു വെട്ടുകല്ല് നിലത്ത് വെച്ച് കുറച്ച് ഉയരത്തിൽ നിന്ന് നമ്മൾ തന്നെ ഒരു കല്ല് അതിന്റെ മേളിലേക്ക് ഇടുക. അത് ചെറിയ പീസ് കഷ്ണങ്ങളൊക്കെ പോവാന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അങ്ങനെ പോകും. നമ്മൾ വെട്ടിമുറിച്ച് തന്നെയാണല്ലോ വീടിന് മുകളിലേക്ക് പണിയുന്നത്. അതിന് പീസുകളായി കഷ്ണങ്ങളായി മുറിഞ്ഞു പോകാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മണ്ണ് പോലെ പൊടിഞ്ഞു പോകാന്നുണ്ടെങ്കിൽ വളരെ ക്വാളിറ്റി കുറഞ്ഞ കല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഒരിക്കലും അത് വീട് പണിക്ക് എടുക്കരുത്. ഒരു തവണ സ്വപ്നം കണ്ട് പണിയുന്ന ഒരു വീട്ടിൽ ഇത്രയും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത്. അതുകൊണ്ട് തന്നെ ചെറിയ പീസ് കഷ്ണങ്ങളാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ക്വാളിറ്റി ഉള്ള കല്ല് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. മണ്ണ് പൊടിയാന്നുണ്ടെങ്കിൽ ഒരിക്കലും അതെടുത്ത് ഉപയോഗിക്കരുത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ അതിന്റെ നിറ ക്വാളിറ്റി എല്ലാം നോക്കി മനസ്സിലാക്കാം. കൂടാതെ നമ്മൾ തന്നെ ഒരു കല്ലിന്റെ മുകളിലേക്ക് എടുത്തെറിഞ്ഞ് അതിന്റെ പീസ് കഷ്ണങ്ങളാണോ പൊടി പോലെ മണ്ണായി പോവുകയാണോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അല്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കോറിയിൽ നിന്ന് തന്നെ ഒരേ നിറത്തിലും സൈസിലും ക്വാളിറ്റിയിലുള്ള കല്ലുകൾ സെലക്ട് ചെയ്യുക. വിശ്വാസമുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാളുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വെട്ടുകല്ലുകൾ ഇറക്കുക. പ്രത്യേകം പറയാനുള്ളത് ഇത് ഉള്ളിലേക്ക് ചൂട് കടത്തി വിടുന്നതിന്റെ കുറവ് തന്നെയാണ് വെട്ടുകല്ലിനെ നമ്മൾ എപ്പോഴും ബഡ്ജറ്റ് കുറഞ്ഞ വീടുകളിലും ബഡ്ജറ്റ് കൂടിയ വീടുകളിലേക്ക് നിർദ്ദേശിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം. ഇതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചും ബിൽഡിങ്ങിന്റെ സുരക്ഷിതവും ലാഭകരവുമായ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ തുടർന്നും അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.